നമസ്കാരം. വിവാദങ്ങൾ ഒഴിയുന്നില്ല. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് ഗായിക KS ചിത്ര നടത്തിയ പരാമർശം, ആ പരാമർശം വലിയ വിവാദങ്ങളുണ്ടാക്കി. അതിന് പിന്തുണയുമായിട്ട് ഇപ്പോൾ മുൻ MLA-യും ജനപക്ഷം പാർട്ടി അധ്യക്ഷനുമായിട്ടുള്ള PC ജോർജ് വരെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളിക്ക് പകരം രാമജന്മഭൂമിയിൽ ഇന്ത്യൻ നീതിന്യായ വിധിയിൽ ക്ഷേത്രം ഉയരുന്നതിന് സ്വാഗതം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടിക്കെതിരെ കല്ലേറ്, ആ കല്ലേറ് എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു എന്നാണ്. വിശ്വാസമെന്ന് പറയപ്പെടുന്ന അഭിമാനമാണ് എന്നും ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് അത് എന്നും ഒരു ഭീഷണിക്ക് മുൻപിലും അത് പണയം വയ്ക്കേണ്ടതില്ല എന്നും PC ജോർജ് പറയുകയാണ്. അത് ചിത്രയ്ക്ക് നൽകുന്ന ഉപദേശമാണ്. കേരളത്തിലുള്ളത് വൺ സൈഡഡ് മതേതരത്വമാണ്. ക്രൈസ്തവ ദേവാലയത്തിലിരിക്കുന്ന ഹഗിയ സോഫിയ മുസ്ലിം ദേവാലയമാക്കിയതിനെ പാണക്കാട് തങ്ങളുടെ മകനും ഉമ്മൻചാണ്ടിയുടെ മകനും സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത് ആ ക്ഷേത്രത്തെ തകർത്ത് നിർമ്മിച്ച പള്ളിക്ക് പകരം രാമജന്മഭൂമിയിൽ ഉയരുന്ന ആ ക്ഷേത്രത്തെ സ്വാഗതം ചെയ്തതിനാണ് ഇവിടെ KS ചിത്ര എന്ന് പറയപ്പെടുന്ന ഗായികയ്ക്ക് നേരെ കല്ലേറാണ് ലഭിക്കുന്നത് എന്ന് PC ജോർജ് പറയുന്നു. ഇന്ത്യൻ നീതിന്യായ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്ഷേത്രം പണിയുന്നത്. ആ പണിയുന്ന ക്ഷേത്രത്തെക്കുറിച്ച് 4 വാക്ക് പറഞ്ഞാൽ, ആ വിശ്വാസം പറഞ്ഞാൽ അതിലെന്താണ് കുഴപ്പം? PC ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇത്രയാണ്: എൻ്റെ വിശ്വാസം എൻ്റെ അഭിമാനമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണിത്. ഒരു ഭീഷണിക്ക് മുൻപിലും അത് പണയം വെക്കേണ്ടതില്ല എന്നും ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹഗിയ സോഫിയ മുസ്ലിം ദേവാലയമാക്കിയതിനെ സ്വാഗതം ചെയ്ത പാണക്കാട് തങ്ങളുടെ മകനും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും അവർക്ക് പൂച്ചെണ്ടുകൾ ലഭിക്കുന്നു. പകരം ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളിക്ക് പകരം രാമജന്മഭൂമിയിൽ ഇന്ത്യൻ നീതിന്യായ വിധിയിൽ ഒരു ക്ഷേത്രം ഉയരുന്നതിനെ സ്വാഗതം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടിക്ക് KS ചിത്രയ്ക്ക് കല്ലേറ് ലഭിക്കുന്നു. ഇതാണ് നമ്പർ 1 കേരളത്തിലെ വൺ സൈഡഡ് മതേതരത്വം എന്ന് പറയേണ്ടത് എന്നാണ് PC പറയുന്നത്. പ്രിയപ്പെട്ട ചിത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുകൂടി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. KS ചിത്ര ഇത്തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടത് സമൂഹത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്, വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിത്ര പോലും ഇപ്പോൾ സങ്കടക്കടലിലാണ്. ഇങ്ങനെ പറഞ്ഞതിലല്ല, ജനങ്ങൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമൻറ്റുകളിലാണ്. ഇന്നലെ വരെ KS ചിത്ര എന്ന് പറയപ്പെടുന്നത് കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു, കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു. എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് അത് മാറിപ്പോവുക? അവരുടെ വിശ്വാസങ്ങളില്ലേ, ആ വിശ്വാസങ്ങളിൽ അവർക്ക് ജീവിക്കണ്ടേ? ആ വിശ്വാസങ്ങളെക്കുറിച്ച് അവരേതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതെങ്ങനെയാണ് തെറ്റായി മാറുന്നത്? അതിനെതിരെ എന്തുകൊണ്ടാണ് ഈ അന്തം കമ്മികൾ ഇങ്ങനെ പ്രതിഷേധിക്കാനെത്തുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ സഖാക്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഭയം? KS ചിത്ര പറഞ്ഞാൽ, MD വാസുദേവൻ നായർ പറഞ്ഞാൽ, മുകുന്ദൻ പറഞ്ഞാൽ ഒക്കെ നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ മേഖലകളിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഭയന്ന് ഓടി ഒളിക്കുകയാണ് ഈ സഖാക്കന്മാർ. നട്ടലില്ലാത്ത ഫേസ്ബുക്ക് രോഗികളാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ അവരുടെ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന കുതന്ത്രശാലികൾ. ഇങ്ങനെയുള്ള സഖാക്കന്മാർ, ഇവരൊക്കെയാണ് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്നത്. ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ സ്വത്തായി മാറുന്ന പ്രിയപ്പെട്ടവർ, അത് സിനിമാ താരങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗായകരാവട്ടെ, ആരുമാകട്ടെ, ഒരു ഗായികയ്ക്ക് നേരെ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ എന്തും പറയാമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരംതാണു പോകുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ അന്തംകമ്മി കൂട്ടത്തിന് എന്താണ് വിളിക്കേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും അടക്കം വലിയൊരു സമൂഹം ഇപ്പോൾ ചിത്രയ്ക്ക് പിന്തുണയുമായി എത്തുന്നത്. ചിത്ര എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ആചാരങ്ങളിൽ, അവരുടെ വിശ്വാസങ്ങളിൽ, ആരാധനാലയങ്ങളിൽ പോകുന്നതിനടക്കമുള്ള ഒരു വിശ്വാസമുണ്ട്. അതവർക്ക് സ്വീകരിക്കുക തന്നെ ചെയ്യാം. ആ വിശ്വാസങ്ങളുമായി അവർക്ക് മുന്നോട്ട് തന്നെ പോകാം. ആരും അവരെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തില്ല എന്ന് ഉറപ്പ് കൊടുക്കുക.